ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയ ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് വയ്ക്കാവുന്ന ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെതാ ഇതൊരു ഡ്രോയിങ് പേപ്പറിൻ്റെ ഷീറ്റാണ്. കുറച്ച് കട്ടിയുണ്ട് ഡ്രോയിങ് പേപ്പറിന്. A4 ആയാൽ കട്ടി കുറവായിരിക്കും. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് കോണാക്കി എടുക്കാം. ഇത്ര നീട്ടം വേണമെന്നൊന്നുമില്ല കേട്ടോ. ലെങ്ത്ത് കുറഞ്ഞ ടൈപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് കോണാക്കി എടുക്കാം നമുക്കതിനെ. അതങ്ങനെ കോണാക്കിയിട്ട് നമുക്ക് എത്ര ഇത് വേണോ അതിനനുസരിച്ച് ഒന്ന് കോണാക്കി ചുരുട്ടിയെടുക്കാം കേട്ടോ. അതായത് ഈ വണ്ണം ഒന്ന് കുറച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു പോർഷനിൽ, ഈ ടോപ്പ് പോർഷനിൽ ഗ്ലൂ വെച്ചെടുക്കണുണ്ട്. സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതായാലും വെച്ച് ഒട്ടിച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കണേ. പിന്നെ പേപ്പർ കട്ടി കുറവാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചുരുട്ടി വയ്ക്കുമ്പോൾ അത് കട്ടിക്കിരുന്നു. നമുക്ക് ഈ ഒരു പോർഷനിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒപ്പമാക്കിയെടുക്കാം. എക്സ്ട്രാ നിൽക്കുന്ന ഭാഗത്തിന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിങ്ങനെ വയ്ക്കാവുന്ന രീതിയിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കറക്റ്റ് ഒന്ന് ഒട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് സ്റ്റിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, നമ്മൾ ട്രീ ഒക്കെ അലങ്കരിക്കാൻ വാങ്ങിക്കുന്ന ഈ ഒരു സ്ട്രിപ്പിനെ നമുക്കിതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പം എൻ്റെ കുറച്ച് കുട്ടി സ്റ്റുഡൻസിന് കൂടി വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു B7000 എന്നുള്ള ഒരു പശയാണ്. കാരണം എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിൽ നമുക്ക് ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചെറിയ കുട്ടികളാവുമ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അവരെ കൊണ്ട് ഗ്ലൂ ഗൺ ഉപയോഗിപ്പിക്കില്ല. അപ്പം ഉപയോഗിക്കാവുന്ന ഒരു പശയാണ്. ഇതാകുമ്പോഴും വേഗം നമുക്ക് സ്റ്റിക്കായി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു കോണിനെ കംപ്ലീറ്റായിട്ട് ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ചുറ്റിയെടുക്കുക. നമ്മൾ വൈറ്റ് പേപ്പർ കാണാത്ത രീതിയിൽ കംപ്ലീറ്റായിട്ട് ഇതിനെ ചുറ്റിയെടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെയ്ത് എടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇത്. അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യണില്ലേ. അപ്പോൾ ഡെക്കറേഷൻസ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ കളർ തെർമോക്കോൾ ബോൾസ്, കുട്ടി ബോൾസ് കിട്ടും. അതുപോലത്തെ വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സിൽ തന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമായിരിക്കും, വേഗത്തിൽ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളതൊന്നും ചെയ്യണില്ല. ഈ ഒരു ഭാഗത്തും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണുണ്ട് കഴിഞ്ഞ ഏറ്റവും അറ്റത്തും. പിന്നെ ഞാൻ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാണ്. കാരണം ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഒരു ഹൈറ്റിലേ ഞാൻ ചെയ്യണുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ ട്രീയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കും കൂടെ ഞാൻ ഒന്നും കാണിക്കുന്നില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ കുറച്ച് ഗിൽറ്റ് ഇതുപോലത്തെ കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ഓഫ് ഗിൽറ്റുകളുണ്ട്. തീരെ പൊടിയല്ലാതെ ഇച്ചിരി വലിപ്പത്തിൽ കിട്ടണത്. അപ്പോൾ ഇതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിൽ ഓരോന്നും എടുത്ത് പിടിച്ച് സ്റ്റിക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ബോൾസൊന്നും എൻ്റെ കയ്യിൽ ഇരിപ്പില്ല. അതുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. കുറച്ച് ബോൾസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടായേനെ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഗ്ലൂ
അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, ഞാനൊരു പേപ്പർ വെച്ചേക്കണത് ഇതിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് വയ്ക്കാനൊക്കെ എളുപ്പത്തിന്. എന്നിട്ട് ഇതിനെ ഞാൻ എന്താ ഇതുപോലൊന്ന് കുടഞ്ഞു കൊടുക്കണുണ്ടേ. അപ്പോൾ ഇത് സ്റ്റിക്കായി ഉണങ്ങിയതിന് ശേഷമായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക ഇതിൽ എത്ര പിടിച്ചിട്ടുണ്ടെന്നുള്ളത്. കണ്ടോ, ആ ഗ്ലൂവിലിങ്ങനെ പറ്റിയിരിക്കും. അപ്പം നമുക്ക് എവിടെയെങ്കിലും കുറച്ച് ഇതൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു പോർഷനിൽ നല്ലോണം ഗ്ലൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ തെർമോക്കോൾ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് ബീഡ്സോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ടേബിൾ ടോപ്പായിട്ട് ഇങ്ങനെ വയ്ക്കാൻ നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് സ്റ്റിക്കായി വരാൻ, അതായത് ഗ്ലൂ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ടേ. അപ്പോൾ ഇതാ നമ്മുടെ ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ, ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ, വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാവുന്ന നമ്മുടെ ട്രീ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.